എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാരൻസിനെ ഞാനും പെട്ടിമുടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ ഫോട്ടോസ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ഇതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് അന്ന് ബോഡിയൊക്കെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് കിട്ടിയ ഫോട്ടോസാണ്. ഇതാണ് എൻ്റെ അമ്മ. ഇത് അമ്മയുടെ ഫ്രണ്ട്സായിട്ട് എടുത്ത സ്കൂൾ ഫോട്ടോയാണ്, അമ്മയുടെ സ്കൂൾ ഫോട്ടോയാണ്. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിൻ്റെ ആൽബത്തിൽ നിന്ന് കിട്ടിയ ഫോട്ടോസാണ്. കല്യാണത്തിൻ്റെ അന്ന് എടുക്കുന്ന ഫോട്ടോസാണ്. ഇതാണ് അമ്മയും അച്ഛനും. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ ചേട്ടനാണ്. അപ്പം അങ്ങനെ ബന്ധുക്കളായിട്ട് അന്ന് കല്യാണത്തിന് അന്നെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഗോപിക, ഈ കാണിച്ചതിൽ ആരൊക്കെ ഇനി ജീവിച്ചിരിപ്പുള്ളത്? മിക്കവാറും ആരും ഇല്ല ഇതില്. ഇതെന്ന് വെച്ചാൽ ഇതിലെ മിക്കവാറും പെട്ടിമുടിത്ത ആൾക്കാരായിരുന്നു. ഇപ്പൊ ആരും ഇവിടെ നിന്നില്ല. +2 ഫുൾ A+ വാങ്ങിക്കണമെന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അവസാനം അവരുടെ അടുത്ത് സംസാരിച്ചത് ഇതിനെ കുറിച്ചായിരുന്നു. അച്ഛന് നീറ്റ് എക്സാം തന്നെ ന്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു, അത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഡോക്ടർ ആകണം ഞാൻ ഫിക്സ് ചെയ്തതാ. കറഞ്ഞിട്ട് മാത്രം എന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ, ഒന്നും തിരിച്ചിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി ആ സത്യം പറഞ്ഞ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൃന്ദാവനം അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ ഇപ്പൊ ഞാനും ചേച്ചിയും പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ട്. അവർ മാത്രമേ കൊച്ചിങ്ങളിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. ഈ ഇൻസിഡന്റ് നടക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ സ്വന്തം ചേച്ചിയും കസിൻ ചേച്ചിയുടെ വീട്ടിൽ ട്രിവാൻഡ്രത്തിലായിരുന്നു. സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു ഇൻസിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങൾ അറിയോ, നിങ്ങൾക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചു. ചേച്ചി അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചേച്ചി നമ്മുടെ ഫോണൊക്കെ വാങ്ങി സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നും പറയാതെ 3 വിളിച്ചുകൊണ്ട് പോയി. ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടാണ് അച്ഛനമ്മയെ ഐഡന്റിഫൈ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ബോൺസിനെയൊക്കെ കുറിച്ച് അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് കണ്ണിലോട്ട് വരുന്നത്. ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽ ഉറ്റവരെയും അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഗോപിക ഡോക്ടറിന് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഗോപിക നമുക്കിപ്പോൾ ഉള്ളത്. ഗോപിക, ഭയങ്കര ഒരു ദുരന്തത്തിന് ശേഷം നമ്മളൊരു സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. എങ്ങനെയാണ് ഒരു സന്തോഷം നേടിയെടുത്തത്? ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ സന്തോഷം ഇതാണെന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. പക്ഷേ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു ഇതായിരിക്കും. അത് മാറി, ആ ട്രോമയൊക്കെ മാറി ഒരു അവസ്ഥയിലേക്ക് വന്നു അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് അങ്ങനെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകണമല്ലോ, എന്തായാലും അങ്ങനെ പോകുന്നുണ്ട്. ഈ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അവരോട്? അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. അച്ഛന് നീറ്റ് എക്സാം തന്നെ ന്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു, ഇതൊന്ന് കാണണേ, നീറ്റ് എക്സാമിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയായിരുന്നു. അത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഡോക്ടർ ആകണം ഞാൻ ഫിക്സ് ചെയ്തതാ. ആ ഇൻസിഡന്റിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത് ആണ് അങ്ങനെ തോന്നിയതല്ലേ. ഇപ്പോ അനിയത്തി ചേച്ചിയാണല്ലേ? ചേച്ചി എന്തിനാ പഠിക്കണേ? BSc ബോട്ടണി 3rd ഇയർ. ആരെയാ ഇതിനൊക്കെ സഹായിച്ചതൊക്കെ? എങ്ങനെയാണിത്? ഒരു മെന്റൽ ട്രോമ ആദ്യം മാറി കിട്ടണം, പിന്നെയാണ് നമ്മൾ ഈ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ കുറച്ചൊരു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മുടെ വിഷമം കുറഞ്ഞിട്ടുണ്ടാവും.